എങ്ങനെ ബ്രഷ് ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള ബ്രഷ് ഉപയോഗിക്കും, ഓരോ ബ്രഷ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ വിശദമായ വീഡിയോസ് പറയുന്നു. ഓഫ്കോഴ്സ് അങ്ങനത്തെ ബ്രഷിൻ്റെ ഉപയോഗം അതേപടി എനിക്ക് കടമെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുറച്ചുകൂടെ വലിയ പിക്ചേഴ്സ്, അപ്പോൾ അതേ ബ്രഷ് ഉപയോഗിച്ച് അതേപോലെ ചെയ്യാൻ പറ്റും. എൻ്റെ ലാംഗ്വേജിൽ ഞാൻ കുറച്ചുകൂടെ വലിയ ബ്രഷ്, ഡിഫറെൻ്റ് ബ്രഷ്, ഇങ്ങനെയൊക്കെ ഓരോന്നും പരീക്ഷിച്ച് പഠിക്കുകയാണ്. ഞാൻ അതിവിനയം കൊണ്ട് പറയുന്നതല്ല, പഠിക്കുക തന്നെയാണ്. അത് ഓരോ ചിത്രവും കഴിയുമ്പോൾ അയ്യോ ഇത് ശരിയായില്ല, ഇതിലങ്ങനെയുണ്ട്, അതങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെയുള്ള ആ മിച്ചം നിൽക്കുന്ന ഘടകം അതിനെയാണ് പിന്നെ അടുത്ത തവണ പരീക്ഷിക്കുന്നത്. ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആരും ചോദിക്കാനില്ല. പക്ഷെ ചോദിക്കാനെന്നല്ല പറഞ്ഞത്, ആരും ചോദിക്കാൻ, ഒരു ചിത്രം തെറ്റിപ്പോയാൽ എനിക്ക് പേടിക്കാനില്ല. അതായത് സീറോ റിസ്ക് ഫാക്ടർ. ഈ സീറോ റിസ്ക് ഫാക്ടർ നന്നായിട്ട് മനസ്സിലായതാണ് എൻ്റെ സന്തോഷം. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരു പടം തെറ്റിപ്പോയാൽ എന്താ, നമ്മൾ ദൂരെ കളഞ്ഞേക്കുക, അല്ലെങ്കിൽ അത് തിരുത്താനുള്ള വഴി കണ്ടുപിടിക്കുക. തിരുത്താനുള്ള വഴി ഒരാൾ അല്ലെ എവിടെയെങ്കിലും പഠിപ്പിച്ചു തന്നാലും നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് തിരുത്തേണ്ടത്. ഇതങ്ങനെയല്ല. ഞാൻ ആദ്യം പടം വരച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അക്രിലിക് പെയിൻറ് എന്താണ്, ഓയിൽ പെയിൻറ് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ ഒരു സമയത്ത് വരച്ചു തുടങ്ങിയ സമയത്ത് അക്രിലിക് പെയിൻറ്റും ഓയിൽ പെയിൻറ്റും തമ്മിൽ മിക്സ് ചെയ്ത് ഇതെന്താ ഇങ്ങനെ ഒരു മാതിരി തൈര് പോലെ ഇരിക്കുന്നത് എന്ന് അത്ര എന്താ പറയുക ഇഗ്നറൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അവിടെ ഞാൻ വിട്ടില്ല എന്നുള്ളത്, കാരണം വിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാനില്ല. എന്നെ കൂടെ പഠിപ്പിക്കണേ, പഠിപ്പിക്കാം, ഓരോ ദിവസവും നിന്നെയും പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഉണ്ടല്ലോ, മഞ്ഞ വസ്ത്രമൊക്കെ കൊടുത്ത് ഇങ്ങനെ കയ്യും ഇങ്ങനെ വെച്ചുകൊണ്ട് സൂര്യദാസിനെ ഇങ്ങനെ കേൾക്കുക. സൂര്യദാസ് പാടുന്ന ഇങ്ങനെ കേൾക്കുക. സൂര്യദാസ് ആണെങ്കിലും ഒരു വലിയ വയസ്സനായ ആള്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാകവിയാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ് സൂര്യദാസ്. ആ സൂര്യദാസ് പാടുകയാണ്. കാരണം ജന്മന അന്ധനാണ് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് കേട്ടുകൊണ്ട് ഈ കൃഷ്ണൻ വന്ന് അടുത്ത് വന്ന് കേൾക്കുക. ചമ്പരം പടത്തിലിരുന്നുകൊണ്ട് കൈമുട്ടുകൾ ഉടയും വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന ആ ഒരു പടമുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നമ്മുടെ രാമകൃഷ്ണച്ചേട്ടൻ പറഞ്ഞു, ഞാനിത് നിന്നെ പഠിപ്പിക്കാമോ എന്ന് പറഞ്ഞു. കുറേ നേരം അവിടെ ഇരുന്നു. അത് കുറേ കളിച്ചിട്ട് ഈ ബാക്കി ദിവസം പിന്നീടാകട്ടെ കുറേ ദിവസങ്ങളാകട്ടെ അത് ആ വരയ്ക്കുന്നതിനെ പഠിപ്പിച്ചു. ഇതാണ് സംഭവം. അപ്പം ഈ സൂര്യദാസിൻ്റെ ഈ ഫോട്ടോ അത് എൻ്റെ ഉള്ളിൽ കിടന്നു. അതുകൊണ്ട് കുറച്ച് പടങ്ങളൊക്കെ അന്നൊക്കെ വരച്ചു. കുറച്ച് കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഞാൻ ചെയ്യാറില്ല. പക്ഷേ എങ്കിലും സൂര്യദാസിനെ എൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിക്കുകയും അതിനെ ആസ്വദിക്കുകയും ഇപ്പോഴും ചെയ്യാറുണ്ട്. ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ ഉള്ളത് ആസ്വദിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഈശ്വര ചൈതന്യം എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാനെന്താ ഈ കവികളും സന്തോഷിനെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതൊക്കെയാണ് ഒരു സാമൂഹ്യ സേവനമാണ്. ഈ ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ തന്നെ ആവേശിപ്പിക്കുകയാണ്. എന്താണ് ഏകവചന സകല സഹോദരങ്ങളാണല്ല, എല്ലാ ജീവജാലങ്ങളും ഒന്നാണ്, ഒരു ശക്തിയാണ്. അവർ ഒന്നൊന്നിൻ്റെ വ്യത്യാസമില്ല, എല്ലാം അടുപ്പിച്ച് മുന്നോട്ട് ഐക്യത്തോടു കൂടി പോകേണ്ടതാണ്. എൻ്റെ പേര് സന്തോഷം കെ. ഞാൻ ബാങ്കിലായിരുന്നു, ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ കോവിഡ് സമയത്ത്, അടച്ചിടൽ സമയത്ത് വെറുതെ ഒരു പുതിയ കാര്യം പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പെയിൻറ്റിങ്ങിലേക്ക് വന്നതാണ്. അങ്ങനെ കുറേശ്ശെ പഠിച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ, ഫ്രീ വീഡിയോസൊക്കെ കണ്ട്, ചില ബ്രിട്ടീഷ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് ഓരോ പാഠം ഉൾക്കൊണ്ട് ഓരോ പെയിൻറ്റിങ് ചെയ്ത് ഒരു തവണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമായിട്ട് ചെയ്യണം അടുത്തതെന്നൊരു തോന്നലോടെ അങ്ങനെ പഠിച്ച് കുറച്ച് പെയിൻറ്റിങ് ചെയ്യുക. ഇപ്പോൾ കാണിച്ച 3 പെയിൻറ്റിങ് ഇല്ല, അത് ഓയിൽ പെയിൻറ്റിങ്, അക്രൈലിക്, അങ്ങനെ അത് എല്ലാ പെയിൻറ്റിങ്ങും അക്രിലിക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ട്, അക്രിലിക്കിൽ
അത് ബ്ലോക്കിനാണ് അതിൻ്റെ ടെക്നിക്കലായിട്ട് പറയുന്നത്. അക്രിലിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക, അതായത് ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന കളറിൻ്റെ മിഡിൽ കളറിൽ അക്രിലിക്കിൽ ചെയ്തിട്ട് അതിന് മുകളിൽ ഓയിൽ കൊണ്ടാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതങ്ങനെ ചെയ്ത് അതിലൊരു ഞാൻ ചോദിച്ചത് എൻ്റെ മോള് വരയ്ക്കുന്ന കൂട്ടത്തിൽ 10ാം ക്ലാസ്സിനാണ് പഠിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ താമരയൊക്കെ കിടക്കുന്ന അത് കോട്ടയത്ത് ഞങ്ങൾ പോയ വഴിക്ക് ഞാൻ പനച്ചിക്കാട് നിന്ന് പോകുന്ന വഴിക്കൊരു താമരപ്പാടമുണ്ട്, അവിടെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 1-2 കെട്ടിടങ്ങളുമൊക്കെ ആഡ് ചെയ്തു, അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇങ്ങനെ ഓരോന്നും ചെയ്യുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്തായാലും അല്ല, നന്നായിരിക്കും സാർ. ഇനിയും സാർ വരയ്ക്കട്ടെ. വളരെ നല്ല, വളരെ ഇനി അത് തുടരും. ഓക്കെ, താങ്ക് യു. അസസ്മെന്റ് എങ്ങനെ